സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയി. വിവരങ്ങളുമായി അഭിന പി ചേരുന്നു. അഭിന, വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിക്കാണ് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 11ആയിട്ടുണ്ട്. ദിനം പ്രതി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം കൂടി വരികയാണ്. എന്താണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അരുണിമ, മലപ്പുറം സ്വദേശിയായിട്ടുള്ള 13-കാരനാണ്. മലപ്പുറം കാരക്കോട് സ്വദേശിയായിട്ടുള്ള 13-കാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗത്തിന്റെ ഉറവിടം വ്യക്തമല്ല. ഈ കുട്ടി മുൻപ് ഈ സ്വിമ്മിംഗ് പൂളിലെല്ലാം കുളിച്ചിരുന്നതായും അതോടൊപ്പം തന്നെ കുളത്തിലടക്കം കുളിച്ചിരുന്നതായും ഒരു പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷെ കൃത്യമായി ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 11 പേരാണ് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഒരാൾ രാമനാട്ടുകര സ്വദേശിയാണ്. അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ 10 പേർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതുവരെയായിട്ടും കൃത്യമായി ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തത് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള ഇന്നലെ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ ഇനി ഈ ഒരു ഹോട്ടലിലെ വെള്ളത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഈ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്ന കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണോ ഈ ഒരു അസുഖം ബാധിച്ചത് എന്നുള്ളതിലൊരു വ്യക്തതയില്ല. ഏത് ഭാഗത്ത് നിന്നിട്ടാണ് ഇത്തരത്തിൽ ഇയാൾക്ക്, അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരനോടൊപ്പം തന്നെ മറ്റൊരാളും ഉണ്ടായിരുന്നു. ഇയാൾക്കും ഇത്തരത്തിൽ ഒരു അസുഖം അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഒരു സംശയം മാത്രമാണ് ആരോഗ്യ വകുപ്പ് പ്രകടിപ്പിക്കുന്നത്. എങ്കിൽ പോലും ഇയാൾക്കും അമീബിക് ആയിരുന്നോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ ഈ ഒരു ഹോട്ടൽ അടച്ചുപൂട്ടാനുണ്ടായ ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ആരോഗ്യ വകുപ്പിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും പന്നിയങ്കരയിലും കൂടാതെ ഈ മലപ്പുറം ഇപ്പോൾ ഈ ഒരു 13-കാരനെ സ്ഥിരീകരിച്ച ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറത്തെ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും ക്ലോറിനേഷൻ അടക്കമുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നൽകി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, മുൻപും ആരോഗ്യ വകുപ്പ് ഇത്തരത്തിലുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ട് പോലും യാതൊരു തരത്തിലും ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഈ ക്രമാതീതമായി ഇത്തരത്തിൽ ഈ ഒരു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് വലിയൊരു ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കുള്ള ബോധവൽക്കരണം അടക്കം നൽകി വരുന്നുണ്ട്. എങ്കിലും ഈ ഒരു അസുഖത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ്, എങ്ങനെയാണ് ഈ ഒരു അസുഖം പിടിപെടുന്നത്, ഇത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു മലപ്പുറം സ്വദേശിയുടെ സാമ്പിളുകളടക്കം ഇനിയൊരു എവിടെ നിന്നാണ് ഈ ഒരു കുട്ടിക്ക് അസുഖം ബാധിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി ഈ കുളത്തിലെയും കുട്ടിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളവും നിലവിൽ ഈ പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച ഈ ഒരു വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി അയക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ 10 പേർ മാത്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. മറ്റൊരാൾ രാമനാട്ടുകരയിലെ സ്വകാര്യ ആശുപത്രിയിലും. ഇതോടെ 11 പേരാണ് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അരുണിമ, സംസ്ഥാനത്ത് വീണ്ടും ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. വിവരങ്ങൾ നൽകിയത് അഭിന പി ആണ്.